ഗായ്സ്, ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് മുള്ളാത്തയ്ക്കയാണ്. മുള്ളാത്തയ്ക്കയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ മലയോര മേഖലയായി ഇവിടെ ധാരാളം മുള്ളാത്തകളുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിലും ഞങ്ങളുടെ ചുറ്റുപാടും മുള്ളാത്തയ്ക്ക ശരിക്കുമുണ്ട്. ഇതിന് ടേസ്റ്റ് എന്ന് പറയുന്നത് പുളിയും അല്പം മധുരത്തോടെ കലർന്ന ടേസ്റ്റാണ്. അതുകൊണ്ട് ചിലർ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ അത്രയും വലിയ പുളിപ്പറിയത്തില്ല. ഇത് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ധാരാളം ഉള്ളതിനാൽ ഇത് സാധാരണ പഴുത്ത് പിഴിഞ്ഞ് താഴെ വീണും ഒക്കെ പോകുന്നുണ്ട്. നമ്മുടെ വിപണിയിൽ ഇത് കാണാറില്ല. അതുകൊണ്ട് ആരും വിപണിയിൽ കൊണ്ടുപോകാറുമില്ല. ഇതിനെക്കുറിച്ച് മുള്ളാത്തയ്ക്ക ഇതിൻ്റെ പുട്ടൊക്കെ പറിച്ച് തോരൻ വെക്കുന്നവരും ഒക്കെ ഉണ്ടെന്നാണ് അറിവ്. നമ്മളിത് തോരൻ വെച്ച് കഴിച്ചിട്ടൊന്നുമില്ല. ഒരുപാട് ഗുണങ്ങളും അതുകൊണ്ടൊക്കെ തന്നെ ചെറിയ ദോഷങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് പറയപ്പെടുന്നത്. മുള്ളാത്തയ്ക്കയുടെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ സിയും പൊട്ടാസ്യം, മാഗ്നീഷ്യം, സിങ്ക് എന്നിവ അടങ്ങിയിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനം എന്ന് പറയുന്നത്. കണ്ണുകളുടെ ഇൻഫെക്ഷൻ മാറും എന്നൊക്കെയാണ് ഇതിൻ്റെ പൊതുവായുള്ള അഭിപ്രായം. പിന്നെ ക്ഷീണം മാറാനും അതുകൊണ്ടൊക്കെ തന്നെ ഇതിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഇത് നന്നായി സഹായിക്കുമെന്നാണ് ഇതിന് പറയപ്പെടുന്നത്. വെറും വയറ്റിൽ ഇത് കഴിക്കുന്നത് കൊണ്ട് കഴിക്കാൻ പാടില്ലെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഇതിൻ്റെ 4-1 ഭാഗം കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ലഭിക്കുമെന്നാണ് ഇതിൻ്റെ പൊതുവായുള്ള അഭിപ്രായങ്ങൾ. ഇത് കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നത് അൾസർ, കുടലിലെ കുരുക്കൾ, നെഞ്ചെരിച്ചിൽ എന്നിവ ഉള്ളവ ഇത് കഴിക്കാൻ പാടില്ലെന്നാണ് പറയപ്പെടുന്നുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കേട്ടറിവാണ് നമ്മൾ ഈ പറയുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുപാടൊക്കെ ഇത് ധാരാളമായിട്ടും ഉണ്ട്. പിന്നെ ഇത് കൊണ്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ക്യാൻസർ മാറുമെന്ന് ഒരു ധാരണയുണ്ട്. അത് ശരിയല്ലെന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ചൊന്നും വിശദ വിവരങ്ങൾ അറിയത്തില്ല. എങ്കിലും നമ്മുടെ വീട്ടിൽ ഒരു മുള്ളാത്തയുടെ വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പൊഴിഞ്ഞ് വീണ കായാണ് ഈ കിടക്കുന്നത്. ഇപ്പം മഴയും കാലാവസ്ഥ അനുയോജ്യമായതുകൊണ്ട് ഇത് ഇപ്പം ശരിക്കും നമ്മുടെ പറമ്പിലേക്ക് ശരിക്കും കായ് ലഭിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ അറിവുകളും ഞങ്ങൾക്ക് കൂടെ കമൻറ്റ് ബോക്സിൽ പകർന്നു തരിക. എന്തായാലും ഞങ്ങളുടെ ഈ മുള്ളാത്തയ്ക്ക അതാണ്. ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് കറുത്തു പോയത്. സാധാരണ ഫ്രിഡ്ജിൽ വെച്ച് ഒക്കെ കഴിക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഇത് ഇപ്പം ഞാൻ പറിച്ച് ഒരുപാട് പഴുത്തു പോയതാണ്. എന്തായാലും നിങ്ങളും ഇത് നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റേതായ നിങ്ങളുടെ അറിവുകൾ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ബൈ.